വരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ എങ്ങനെ ഒരു ട്രാക്ക് പാഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് ട്രാക്ക് പാഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടച്ച് പാഡ് എന്നുള്ളത് തന്നെയാണ്. അതായത് അതുകൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഉപയോഗമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഫോണിൽ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ടച്ച് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് പാഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ടച്ച് പ്രോബ്ലംസുകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ടച്ച് സംബന്ധമായിട്ട് ഏതെങ്കിലും ഭാഗം വർക്ക് ചെയ്യുന്നില്ല, ഉദാഹരണമായിട്ട് മോൾ ഭാഗത്തെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാക്ക് പാഡ് ഉപയോഗിച്ചുകൊണ്ട് മുകളിലത്തെ ഭാഗവും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ ഫോണുകളിൽ അനായാസം യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ട്രാക്ക് പാഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടാബുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഉപകാരപ്രദമായി തോന്നുന്നത് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് പാഡ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ട്രാക്ക് പാഡ് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ടച്ച് പാഡ് ഫോർ ബിഗ് ഫോൺ ആൻഡ് ടാബ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. വളരെ MB കുറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് അക്സസിബിലിറ്റി പെർമിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നിങ്ങൾക്ക് അലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അക്സസിബിലിറ്റി സർവീസിൽ പോകും. അവിടെ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മൾ പെർമിഷൻ കൊടുത്ത് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇൻസ്റ്റാൾഡ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടച്ച് പാഡ് ഫോർ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടച്ച് പാഡിൻ്റെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫോണിൻ്റെ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഈ മുകളിലോട്ടുള്ള ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിങ്ങൾക്കത് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഫിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ പാഡ് കാണാൻ സാധിക്കും. ഇത് പാഡ് നമ്മൾ അനക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലസ്റ്റർ വന്നിരിക്കുന്നത് അത് മുകളിലോട്ടും താഴോട്ടൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് ടച്ച് ആവശ്യമായിട്ട് വരുന്നത്, ഏതാണ് നിങ്ങൾക്ക് എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് വെച്ചതിന് ശേഷം അവിടെ നിങ്ങൾ 2 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാനും മുകളിലോട്ട് മൂവ് ചെയ്യാനും താഴോട്ട് മൂവ് ചെയ്യാനും സൈഡ് മൂവ് ചെയ്യാനും എല്ലാം സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ മുഖേന അല്ലെങ്കിൽ ഈ ഒരു ടച്ച് പാഡ് മുഖേന നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ബാക്ക് ബട്ടൺ, റീസെൻറ്റ് ബട്ടൺ, ഹോം ബട്ടൺ ഇതെല്ലാം നമുക്ക് ഇവിടെയുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യം, ഇപ്പോൾ മുകളിലിട്ട സ്ക്രീനൊന്നും മുകളിലത്തെ ടച്ചൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ അവിടെ വെച്ചുകൊണ്ട് നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഉപയോഗമായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും വേണമെങ്കിലും, അതായത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം കുറച്ചും കൂടിയൊക്കെ ഈസി ആക്കുന്നതിനും അതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.